മനുഷ്യനോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യന് അവൻ്റെ പൈതൃകവും സംസ്കൃതിയും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രതിരോധത്തിന് അവൻ രൂപം നൽകിയ അനുഷ്ഠാനങ്ങളും നാട്ടറിവുകളും ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. സമൂഹത്തെ സദ്ഭാവനയോടെ സ്നേഹിക്കാനും തിന്മയെ എതിർക്കാനും നമ്മുടെ പൂർവികരെ പ്രാപ്തരാക്കിയ കളരികൾ ആധുനിക തലമുറയ്ക്ക് അന്യമാവുകയാണ്. മനസ്സിൻ്റെ ഏകാഗ്രതയും ശരീരത്തിൻ്റെ ദ്രുതചലനവും സമ്മേളിക്കുന്ന ഈ കലാരൂപം സ്വായത്തമാക്കാൻ ഒരു പുരുഷായുസിൻ്റെ തപസ്സും സാധനയും പോരാ എന്നത് ഈ ആയോധന കലയെ മഹത്തരമാക്കുന്നു. പ്രകൃതിയിൽ നിന്നും സ്വാംശീകരിച്ച ആത്മപ്രഭാവത്തിൻ്റെ സൂര്യ തേജസ് ഇന്നും കെടാതെ നിലനിൽക്കുന്നത് കേരളത്തിലെ ആത്മീയ ശക്തി സ്രോതസ്സുകളായ കളരികളുടെ പിൻബലത്തിലാണ്. വെറും അഭ്യാസമുറ എന്നതിലുപരി ആത്മശക്തിയുടെ ജ്വലനവും ഏകാഗ്രതയും കേരളത്തിന് സ്വന്തമായ ഈ ആയോധന കലയിലൂടെ വികസിക്കുന്നു. മനുഷ്യൻ പ്രകൃതി ശക്തിയെ തൊട്ടറിയുന്ന, പ്രകൃതിയുടെ ഭാഗമാകുന്ന നിമിഷങ്ങൾ. ചികിത്സാ സമ്പ്രദായത്തോട് കൂടിച്ചേർന്ന ഒരു ആയോധന വിദ്യയാണ് കളരിപ്പയറ്റ്. ഇന്ന് നമുക്ക് ലോകത്ത് കരാത്തെ ഉണ്ട്, കുംഫു ഉണ്ട്, ജൂഡോ ഉണ്ട്, അങ്ങനെ ആധുനികങ്ങളായ ആയോധന കലകൾ ധാരാളം ഉണ്ടെങ്കിലും ചികിത്സാ സമ്പ്രദായം കൂടെ ചേർന്ന് വന്ന ഒരു ആയോധന വിദ്യ കളരിപ്പയറ്റ് മാത്രമാണ്. ചികിത്സാ സമ്പ്രദായം, മർമ്മശാസ്ത്രം, ഒഴിച്ചിൽ എന്നു വേണ്ട ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള സകല രോഗങ്ങൾക്കും പ്രതിവിധി എന്നോണം. എന്നാൽ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി, റിഫ്ലക്സ് ആക്ഷൻ, മോട്ടോർ സ്കിൽ ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ അവശ്യ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു സമഗ്രമായ അനശ്വരമായ അഭ്യാസ കലയാണ് കളരിപ്പയറ്റ്. അത് ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ ഒരു വരദാനമെന്ന് വിശേഷിപ്പിക്കുന്നതാണ്. വിശ്വോത്തരമായ ഈ കലയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ചരിത്രപരമായ വസ്തുതകളെക്കാൾ ഐതിഹ്യങ്ങളാണ് കൂടുതൽ. ഐതിഹ്യങ്ങളാകട്ടെ സർവവും പരശുരാമനെ കേന്ദ്രീകരിച്ചുള്ളതും. ക്ഷത്രിയ കുലസംഹാരത്തിന് ശേഷം സ്യമന്ത പഞ്ചകത്തിൽ നിന്നും ഗോകർണത്തിലെത്തിയ പരശുരാമൻ സമുദ്രത്തിൽ നിന്നും കേരളത്തെ സൃഷ്ടിക്കുകയും ഭരണസൗകര്യത്തിനായി ആ പ്രദേശത്തെ ഗോകർണം, ഗോമകുടം, കരിവള്ളി, മല്ലൂർ, തൃത്തടം തുടങ്ങി 64 ഗ്രാമങ്ങളായി വിഭജിക്കുകയും അവിടെയെല്ലാം കളരികൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് കേരളോൽപ്പത്തി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. വേദനിപുണനായ പരശുരാമൻ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നുകൊടുത്ത ധനുർവേദത്തിലെ അമുക്ത വിഭാഗത്തിൽപ്പെട്ട ചുരികപ്പയറ്റും ഇതര ആയോധന മുറകളും ഇവിടെ ജന്മം കൊണ്ടു. പക്ഷേ ഖലൂരിക എന്ന സംസ്കൃത പദത്തിൽ നിന്നും മലയാള ഭാഷയിൽ കളരി അവതരിക്കും മുമ്പ് തന്നെ തമിഴ് സംഘകാല കൃതികളായ അകമ്പാട്ടിലും പുറമ്പാട്ടിലും കളരിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളം. അഗസ്ത്യ മഹർഷിയാണ് കളരിയുടെ സൃഷ്ടാവ് എന്ന വാദമാണ് അവിടെ. സംസ്കൃതത്തിലെ ഖലൂരിക എന്ന വാക്ക് പരിണമിച്ചാണ് മലയാളത്തിൽ കളരിപ്പയറ്റ് അല്ലെങ്കിൽ കളരി ഉണ്ടായതെന്ന് നാം വിശ്വസിക്കുമ്പോൾ, മലയാളത്തിൽ കളരി ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ തമിഴിൽ കളരി എന്ന പദം ഉണ്ടായിരിക്കുന്നു. തമിഴ് ഭാഷാ നിഘണ്ടുവിൽ കളരിക്ക് ദ്വന്ദ്വയുദ്ധം, കോഴി കളരി തുടങ്ങിയ പദങ്ങൾ കാണുന്നു. അവിടെ കളരി
വളരെ ശക്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ കാര്യമായി തന്നെ അഭ്യസിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് സംഘകാല കൃതിയായ അകമ്പാട്ടിലും പുറംപാട്ടിലും നിരവധി സന്ദർഭങ്ങളിൽ കളരിയെക്കുറിച്ച് പരാമർശിക്കുന്ന മനസ്സിലാക്കേണ്ടത്. കളരിയിലെ പ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോളം പ്രാധാന്യമുണ്ട്. ശിവൻ, ഭദ്രകാളി, ഹനുമാൻ, അഗസ്ത്യർ തുടങ്ങിയവരാണ് കളരിമൂർത്തികളായി ആരാധിക്കപ്പെടുന്നത്. ലോകത്ത് മറ്റൊരു മേഖലയിലും ദർശിക്കാനാവാത്ത ഒരു സംസ്കാരം കളരിയിൽ മാത്രമായി ഇന്നും ഒതുങ്ങി നിൽക്കുന്നു. ദിവസവും ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഗുരുശിഷ്യ ബന്ധത്തിന് അനുകരണീയമായ മാതൃക കളരിയിലെ ഗുരുശിഷ്യ ബന്ധം മാത്രമേ ഉള്ളൂ. പയറ്റു പഠിക്കുവാനായി കളരിയിലെത്തുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ എത്ര ഉന്നതനായാലും ഗുരുവിൻ്റെ പാദം വണങ്ങിയിരിക്കണം. ഓരോ ദിവസവും പരിശീലനം ആരംഭിക്കുന്നതിന് മുൻപും അവസാനിച്ചു കഴിഞ്ഞും ഇങ്ങനെ ആവർത്തിക്കണം. ഇക്കാര്യത്തിൽ ഗുരുവിൻ്റെ പ്രായമോ മറ്റ് ഭൗതിക ഘടകങ്ങളോ തടസ്സമാകുന്നില്ല. അനർഘമായ ഈ വിദ്യ ശിഷ്യന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് വിലയിരുത്തേണ്ടത് ഗുരുവിന്റെ ചുമതലയാണ്. ആക്രമിക്കുകയല്ല ഉദ്ദേശം, ആക്രമത്തെ ഇല്ലാതാക്കുക, അതാണ് കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഇപ്പം പ്രധാനമായിട്ട് മദ്യപാനം, പുകവലിശീലം, മറ്റ് മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇങ്ങനെയുള്ള ശീലങ്ങൾ കളരിപ്പയറ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാര്യം അവൻ്റെ ശരീരത്തിനെ കുറിച്ച് വളരെയധികം ബോധവാനാവും. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള വളർച്ചയും അവൻ്റെ ശരീരത്തിനെ എപ്പോഴും ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കാനുള്ള അത്രയും മറ്റാരും ബോധവാനാവില്ല. അത്രയും കളരി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വളരെ ബോധവാനായിരിക്കും അവൻ്റെ ശരീരത്തെക്കുറിച്ച്. ചുവട് നിലത്തുറയ്ക്കുന്നതിനും ശരീരം വടിവൊത്തതാക്കുന്നതിനും ഇച്ഛാനുസരണം മെയ്യിളക്കുന്നതിനുമായി തെക്കൻ സമ്പ്രദായത്തിൽ ചുവടുകളും വടക്കൻ സമ്പ്രദായത്തിൽ മെയ് പയറ്റുമാണ് ആദ്യം പഠിപ്പിക്കുക.